വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കേരളത്തിൽ നിന്ന് പൊള്ളാച്ചിയിലോട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഈ അതിശയകരമായ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയെയും സാംസ്കാരിക സമ്പന്നതയെയും പര്യവേഷണം ചെയ്യാൻ സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ, ഊർജ്വലമായ വിപണികൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നോടൊപ്പം ചേരുക. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്നോടൊപ്പം ചേരൂ. ഞാൻ കേരളത്തിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു ക്യാൻവാസ് പോലെ മനോഹരമായ വഴി വികസിച്ചു. റോഡിൻ്റെ ഇരുവശവും രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ. അതെനിക്ക് എങ്ങനെ പറയുന്നത് മനസ്സിലായില്ല. അവിടെ പോയപ്പോൾ തന്നെ ഒരു കാട്ടിൽ പോയി നല്ലൊരു ഫീൽ കിട്ടും. എനിക്കത് അതിൻ്റെ ഒരു പെയിൻറ്റിങ്, ഒരു ഡ്രോയിങ് ചെയ്തൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയത്. പ്രകൃതിയുടെ വിൻറ്റേജ് മനോഹാരിത അതിമനോഹരമായിരുന്നു. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു. ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരിക. അത് രണ്ട് റോഡിൻ്റെ കൂടെ പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മരങ്ങൾ നിന്ന് അതൊരു ഷേപ്പിലാണ് നിന്ന്. പിന്നെ 2-3 പാലങ്ങൾ കാണാൻ പറ്റിട്ടോ. ഈ ഒരു സീന്, അതായത് ഇങ്ങനെ ഈ മരങ്ങൾ നിറഞ്ഞു നിന്നിട്ട് അതൊരു ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇതിങ്ങനെ അൺസ്റ്റോപ്പ്. ഞാൻ ആദ്യം ഭംഗിയുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന്ന് തീരുന്നില്ലേ. അതായത് ആ റോഡ് മൊത്തം മരങ്ങളാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഇതൊന്നും നിൽക്കുന്നില്ല. അത് ഭയങ്കര നിൽക്കാൻ തോന്നത്തില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ വെയിൽ, ഈ മരമുള്ള സ്ഥലത്ത് മാത്രം വെയിലുണ്ടാവില്ല. അത് എനിക്ക് ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ തണലായിരുന്നു, മരം അങ്ങനെയായിരുന്നു. പിന്നെ ഈ മരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ മരത്തിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വരും. അപ്പം മാത്രം ഇതൊരു വെയിൽ വരും. പിന്നെയും വീണ്ടും മരം, പിന്നെയും വെയിൽ, അങ്ങനെ മാറി ആയിരിക്കും. പിന്നെ കുറേ നല്ല ട്രാഫിക് ഉണ്ട്. ട്രാഫിക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അതായത് നമ്മൾ സാധാ കേരള റോഡ് പോലെ ഇങ്ങനെ നോർമലി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം, അത് പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാഫിക് വരാറുണ്ട്. ഈ ചൂട്ടത്ത് ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നിൽക്കുന്ന മരങ്ങളൊക്കെ നല്ല ഹൈറ്റുള്ള മരമാണ്. അതായത് നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെ അങ്ങനെ ചെറിയ ചെറിയ മരമല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഉച്ചായിരുന്നു. ആക്ച്വലി നിങ്ങളിങ്ങനെ മരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കേണ്ടവരുണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായിട്ട് വോയിസ് കവർ. എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് എന്താ അപ്പം ആ ഒരു മൊമെൻറ്റിൽ എന്താ വരുന്നത് അതാണ് ഞാൻ അപ്പം പറയാറ്. സോ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഈ കേരളത്തിൽ എത്ര മണ്ഡപമുണ്ട്, എന്നിട്ട് എന്തിനാ തമിഴ്നാട്ടിൽ വെച്ചത്. എന്നാൽ ചിലപ്പോൾ അവർക്ക് വലിയ മണ്ഡപം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും കേരളത്തിലും ഇല്ലേ വലിയ മണ്ഡപം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
ഇങ്ങനെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഈ മരങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒരു കാട്ടിൽ നിന്നൊരു പുഴ പോകുന്നുണ്ട്. ആ കാണുന്ന പുഴയാണ് ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരളയാണ്. നില എന്ന റിവർ എന്ന പേരിൽ കൂടിയും ഈ ഒരു ഭാരതപ്പുഴ റിവർ അറിയപ്പെടുന്നുണ്ട്. 209 209 കിലോമീറ്ററോളം നീളമുണ്ട്. പാലക്കാട് ഗ്യാപ്പിൽ കൂടിയാണ് ഇത് ഒഴുകുന്നത്. എന്നിട്ട് ഇത് ലക്ഷദ്വീപൻ സീ വരെ എത്താറുണ്ട്. ഈ ഒരു ഭാരതപ്പുഴ റിവർ പല ഡിസ്ട്രിക്റ്റിലോട്ട് ഒഴുകുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പിന്നെ വൈൽഡ് ലൈഫിനെ, പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീനെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ പോകുമ്പോൾ കുറേ മരങ്ങൾ ഈ പൂക്കളായത്, അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങൾ, അതിലിങ്ങനെ റെഡ് കളർ, നല്ല ബ്രൈറ്റ് റെഡ് ഫ്ലവേഴ്സ് ആയിരുന്നു. അതായത് ഒരു എന്തായിരുന്നു ഈ ഒരു ട്രീൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തുണ്ടായിരുന്നില്ല. ഇത് റോഡ് സൈഡ് ബാരിയേഴ്സ് എന്നാണ് പറയാറ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇതിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ വാഹനങ്ങൾ റോഡിൽ നിന്ന് പുറത്തേക്ക് പോവുകയോ എതിരെ വരുന്ന വാഹനങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യുന്നത് തടയാൻ അവ ഹെൽപ്പ് ചെയ്യും. പിന്നെ പാതകൾ വേർതിരിക്കാനും അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം തടയാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതാണ് പൊള്ളാച്ചി മാർക്കറ്റ്. ഈ പൊള്ളാച്ചി മാർക്കറ്റിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചറിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയ ബാസ്ക്കറ്റ്, കൊട്ട, പോയിട്രി ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പൊള്ളാച്ചി കോക്കനട്ടിലും സ്പൈസ് പ്രൊഡക്ഷനിലും ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ഇളനനാണ്. അത് അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു യാത്ര, അതായത് നമ്മളിങ്ങനെ പോകുന്നത് ഒരു 1/4 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൽ എത്തി. ശ്രീകാന്ത മഹൽ എന്നായിരുന്നു കല്യാണ മണ്ഡപത്തിൻ്റെ പേര്. ഏകദേശം നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഈ മണ്ഡപം. അടിപൊളിയായിട്ട് ഇവർ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ അതിഥികളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മകൻ്റെ കല്യാണം ആയതുകൊണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിന് തന്നെ കുറേ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കഴിക്കാൻ പോയി. ഇവിടെ കഴിക്കാൻ ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു, 2 തരം ഫുഡ് ഉണ്ടായിരുന്നു. ബിരിയാണിയായി, വെള്ളമായി, പിന്നെ കാച്ചാറുണ്ടായിരുന്നു, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു വാട്ടർ ബോട്ടിലും കൂടി ഞങ്ങൾ മോഷ്ടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൻഡ് ബൈ.